ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് കേട്ടോ. വെറും മുളക് ബജിയല്ല, സ്റ്റഫ്ഡ് മുളക് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ നമുക്ക് എല്ലാ മുളകിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് മാറ്റണം. അത് ഓൾറെഡി നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പോൾ മുളക് ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ മാറ്റുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെറുത് മുളക് നോക്കി മേടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമ്മൾ ആദ്യം ഒരു നല്ല വായ്വട്ടുള്ള ഒരു ബൗളെടുക്കുക. അതിലേക്ക് കടലമാവ് ചേർക്കുന്നുണ്ട്. 250 ഗ്രാമിൻ്റെ അളവിലാണെങ്കിൽ 2 കപ്പ്. നമ്മൾ ഏതാണ് മെഷർമെൻ്റ് എടുക്കുന്നത് അതുകൊണ്ട് 2 കപ്പാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഇട്ട് എടുത്തത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ്, നമ്മൾ എടുക്കുന്ന പാത്രം ഏതാണോ അതിൻ്റെ ഒരു 1/4 കപ്പ് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ മുളക് പൊടി എരിവനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ അതിലൊരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ വരെ ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പോൾ അതിലും ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കി ചേർക്കാം. എൻ്റെ കയ്യിൽ കായം പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കായം വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ബേക്കിംഗ് സോഡയാണ്. അതും ഞാനിതുപോലെ തന്നെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കിയാൽ മതി, കുറവും മതി. പിന്നെ ആവശ്യത്തിന് ഞാൻ വെള്ളം എത്ര ചേർക്കുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ ബാറ്റർ അത്യാവശ്യം ലൂസ് ആവാത്ത രീതിയിൽ, എന്നാൽ വല്ലാണ്ട് ടൈറ്റും ആവരുത്, ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ കണക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ വീഡിയോ ലോങ് ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ സ്പീഡാക്കി കൊടുത്തതാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഞാൻ കുറച്ചും കൂടി ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അത് ഈ കാണുന്നില്ലേ, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അതായത് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ സ്പൂണും ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന ആ രീതിയിൽ മതി. കണ്ടോ, അതിൽ നിന്ന് വിട്ട് പോകുന്നുമില്ല, എന്നാൽ അതിനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പാകത്തിന് ഉരുളക്കിഴങ്ങ് എടുക്കണം. നമ്മൾ കിഴങ്ങ് എടുക്കുന്നത് ഞാൻ 3 എണ്ണം എടുക്കുന്നത്. അതൊരു 2 വിസിലടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്, നല്ല മാഷ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർക്കുക. പിന്നെ നല്ലോണം കൊത്തി അരിഞ്ഞിട്ടുള്ള സബോളയാണ് പിന്നെ ചേർക്കുന്നത്. അതൊരു സബോള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുണ്ട്. ചെറുതാണെന്ന് വെച്ചാൽ നമുക്ക് 2 എണ്ണം എടുക്കാം. അപ്പോൾ 2 എണ്ണം അങ്ങനെ എടുത്തിട്ട് കൊത്തി അരിഞ്ഞിട്ട് വെക്കുക. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. അതിൻ്റെ അളവ് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഞാൻ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 സ്പൂണിൽ 1/2 സ്പൂണേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എരിവനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഇടുന്നത് വെച്ച് ചേർക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ബാറ്ററിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർക്കാം, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാനിതിലിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ എരിവും ഉപ്പും എല്ലാവരും പിടിക്കുന്ന പോലെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈകൊണ്ട്, നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി നല്ല നമ്മൾ കൈകൊണ്ട് ആക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങളും അതുപോലെ തന്നെ ചെയ്തോളൂ. നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുളകിലേക്ക് നമുക്കിതിനെ ഓരോന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ മാറ്റി വെച്ചില്ല. അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതിൽ മുളക് നമ്മൾ അതിലത്തെ സീഡൊക്കെ എടുത്ത് കളഞ്ഞത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിൽ ചേർക്കുന്ന സ്റ്റഫ് ചെയ്യണതിൽ അത്യാവശ്യം മുളകും പച്ചമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാലയിലൊക്കെ ചിലപ്പോൾ കുരുമുളക് ഉണ്ടായിരിക്കും, പെപ്പർ വേറെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അതിലത്തെ സീഡ് എടുത്ത് കളഞ്ഞത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ പച്ചമുളക് സ്റ്റഫ് ചെയ്യണതിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെയും എരിവനുസരിച്ച് നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെല്ലാത്തിലും സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും മുളക് ചെറുത് നോക്കി മേടിക്കുന്നത് നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ഇടാൻ പാകത്തിന്. വലിപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും, അത്രയും ഓയിൽ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചെറുത് നോക്കിയിട്ട് മേടിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 300 ഗ്രാം മുളകിലേക്കാണുള്ള അളവാട്ടോ പറഞ്ഞിട്ടുള്ളത്, അതായത് 1/2 കിലോനില്ല. അപ്പോൾ നമുക്കിനി ഓരോന്ന് നമ്മൾ മുന്നേ കലക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഇനി പൊരിച്ചെടുക്കാം കേട്ടോ. അതേ എല്ലാതും നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ബാറ്റർ എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് മുളക് മുക്കി പൊരിച്ചാലും സാധാ മുളക് ബജ്ജി പോലെ തന്നെ കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം നമ്മുടെ എണ്ണ. എന്നിട്ട് നമുക്ക് മീഡിയത്തിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം കേട്ടോ. കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇത് വലിയ മുളകാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ചട്ടിയിലേക്ക് പാകത്തിനാവില്ല. അപ്പോൾ അത്രയും വലിയ ചട്ടി വെച്ച് അത്രയും ഓയിൽ നമുക്ക് വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കണ്ട ചെറിയ മുളക് ആയതുകൊണ്ട് നമുക്ക് വേഗം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് മൊരിച്ചെടുക്കാം. ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ ഉപയോഗിച്ചതല്ല, നമ്മൾ വേവിച്ചതായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നല്ല ഡബിൾ സൈസിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനൊക്കെ നമ്മൾ ശരിക്കും ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ബജ്ജിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മുടെ മുളക് ബജ്ജി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ബജ്ജി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.